നമസ്കാരം. ധനുഷ് പി സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 39/2024 ഇത് സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസ് ഓരോന്നും ആൻസേഴ്സ് മാർക്ക് ചെയ്ത് നോക്കുക. അവസാന ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ പ്രയാസമുള്ള ചോദ്യങ്ങൾ, ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾ എഴുതിയെടുത്ത് ആ ഭാഗം വായിച്ച് പഠിക്കുകയും കൂടി വേണം. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വിശ്വഭാരതി സർവകലാശാല. അടുത്തത്, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, TE വാസുദേവൻ. ഓപ്ഷൻ ബി, TE വാസുദേവൻ. നമ്പർ 3, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ഹാൽമിൽട്ടൺ. ഓപ്ഷൻ സി, ഹാമിൽട്ടൺ. ഹാമിൽട്ടണിലാണ് ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ആൻസർ ഓപ്ഷൻ ഡി, 107. 107 മെഡൽ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ DVR സുബ്രഹ്മണ്യൻ. ആൻസർ DVR സുബ്രഹ്മണ്യൻ. അടുത്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, അനുശീലൻ സമിതി, ചന്ദ്രശേഖർ ആസാദ്. അടുത്തത്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1, 3 ശരിയായ പ്രസ്താവനകൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി തിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഹീരാലാൽ സമരിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതാണ്? ആൻസർ നിപുലേഖ്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി, 1, 3 എന്നിവ ശരിയാണ്. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം ഉണ്ട്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നവയിൽ
മില്യൺ ഷീറ്റുകളുടെ തോത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 1:, ഒറ്റ, 10, 100, 1000, 14 ലക്ഷം, അല്ലെ 10 ലക്ഷം. 1:10 ലക്ഷം. ഓക്കെ, നെക്സ്റ്റ് വൺ. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? റാബി. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥയാണ് റാബി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇടമലക്കുടി. പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രം. ഭൂപരിഷ്കരണമാണ് പുറംപണിയുമായി ബന്ധമില്ലാത്തൊരു വസ്തുത. അടുത്ത ക്വസ്റ്റ്യൻ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴ്ത്തുന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക്. നെക്സ്റ്റ് വൺ. സപ്തഋഷി എന്ന പദം താഴ്ത്തുന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആൻസർ 2023-24 യൂണിയൻ ബജറ്റ്. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉമാണ് പ്രസ്താവനകൾ. 2ഉം 4ഉം. ആയിരത്തി 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത്. ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതായത് 1 മുതൽ 10 വരെ ആദ്യം എഴുതുക. അതിന് നേരെ 1ന്റെ ആൻസർ എ ആണെങ്കിൽ അങ്ങനെ എഴുതി പോയിട്ട് 10 വരെ എഴുതിയാൽ മതി. 2, 4 വര കൊടുത്തിട്ട് അതിന് നേരെ 11, 1ന്റെ നേരെ 11, 21 അങ്ങനെ എഴുതി പോയാൽ മതി. 10 വരെ മാത്രം എഴുതി നമുക്ക് ഫുൾ 100 വരെയുള്ള ക്വസ്റ്റ്യൻസും അങ്ങനെ ചെറിയ പേപ്പറിൽ നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെ എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1, 2, 3 യോജിക്കുന്ന പ്രസ്താവനയാണ്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നെഹ്റു എന്ന പദം ചേർത്ത് വെച്ചു. ഇത് 3ഉമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഭാഗം 2. അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 32. ഓപ്ഷൻ സി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 1, 2, 4 യോജിക്കുന്ന പ്രസ്താവനകളാണ്. 73ാം ഭരണഘടനാ ഭേദഗതി സംസ്ഥാനങ്ങളിൽ
ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്യുന്നു. പഞ്ചായത്തിന് 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 4-മത്തേത്, പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ആൻസർ നീതി ആയോഗ്. ഓപ്ഷൻ ബി നീതി ആയോഗ്. നെക്സ്റ്റ് വൺ, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനിയം. നാരി ശക്തി വന്ദൻ അധിനിയം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുക. സംസ്ഥാനത്തെ എല്ലാ കാര്യങ്ങളും ഗവർണറുടെ അണ്ടറിൽ കൂടെ ഓടുന്ന ഒരു ധാരണ മനസ്സിൽ വെക്കുക. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി. മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുവാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ സ്നേഹപൂർവം. ആൻസർ സ്നേഹപൂർവം. ഓപ്ഷൻ ബി സ്നേഹപൂർവം. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഇവയെല്ലാം. കുടുംബശ്രീ യോജിക്കുന്ന പ്രസ്താവനകളാണ് ഇവയെല്ലാം. 1. കുടുംബശ്രീ സംസ്ഥാന സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ലൈസോസൈം ആണ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. നമ്മുടെ കണ്ണില് പൊടിപടലങ്ങൾ വീഴുമ്പോൾ അതിനെ നശിപ്പിക്കാനുള്ള എൻസൈമാണ് രാസാഗ്നിയാണ് ലൈസോസൈം എന്ന എൻസൈം. ഫോറിൻ പാർട്ടിക്കിൾസ്, കണ്ണിന് ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസ്, കണങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അത് നശിപ്പിക്കുന്ന എൻസൈം രാസാഗ്നിയാണ് ലൈസോസൈം എന്ന എൻസൈം. അതുപോലെ അമിലേസ് അല്ലെങ്കിൽ അമൈലേസ് എന്ന എൻസൈം എവിടെയാണ് കാണപ്പെടുക? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ആണെന്ത്? അമൈലേസ്. സലൈവറി അമൈലേസ്. സലൈവറി ഗ്ലാൻഡ്, ഉമിനീര്, സലൈവറി ഗ്ലാൻഡിലെ ഉമിനീർ ഗ്രന്ഥികൾ, സലൈവറി ഗ്ലാൻഡ്, അതിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ആണ് എന്ത്? സലൈവറി അമൈലേസ് എന്ന് പറയുക. പെപ്സി എന്ന് പറയുമ്പോൾ പ്രോട്ടീൻസിനെ ദഹിപ്പിക്കാൻ പെപ്റ്റോൺസിനാക്കി മാറ്റുന്നു. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മാംസ്യം, പ്രോട്ടീൻസിനെ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള എൻസൈമുകളാണ് പെപ്സിൻ എന്ന് പറയുന്നത്. അടുത്തത്, ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സ്പെക്ട്രം. സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് ഓർക്കാം. ഓട്ടിസം സ്പെക്ട്രം. ഓട്ടിസം സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ കർണാടക.
അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ജീവിതശൈലി രോഗങ്ങൾ. ഫാറ്റി ലിവർ ആൻഡ് പ്രമേഹമാണ് ജീവിതശൈലി രോഗങ്ങൾ. നമ്മുടെ ജീവിതകാലത്തിനിടയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെയും നമ്മുടെ ദിനചര്യയുടെയും ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോകും. ദിനചര്യ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്ന പ്രക്രിയയാണ് ദിനചര്യ. അങ്ങനെ ഓരോ ദിവസം ദിനചര്യയുടെയും അടിസ്ഥാന ഫലമാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവുന്നത്. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. അല്ലെ? പ്രമേഹം എന്താണ്? പഞ്ചസാര കൂടിയ ഇൻസുലിന്റെ അവസ്ഥ കൂടുന്ന അളവാണ് ഇൻസുലിൻ. അല്ലെ? ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഇൻസുലിനും ഗ്ലൂക്കോഗോൺ 2 ഹോർമോൺസ് ആണ്. ഇത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ആണ് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ എന്ന് പറയാം. ഇത് രണ്ടും കൂടി ഇൻസുലിനും ഗ്ലൂക്കോഗോൺ 2 ഹോർമോണുകളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ബ്ലഡില് രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് നോർമലായി കൊണ്ടുപോവുക. അതിന് താളം തെറ്റുമ്പോഴാണ് സംഭവിക്കുക, പ്രമേഹം എന്ന അസുഖങ്ങൾ നമുക്ക് വന്നുപെടുക. ഹീമോഫീലിയ ചോദ്യം എന്തായിരുന്നു? ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഫാറ്റി ലിവറും പ്രമേഹവുമാണ്. അപ്പൊ പഞ്ചസാര കൊണ്ട് കഴിക്കുമ്പോൾ, ഷുഗർ ഫുഡ് കൊണ്ട് കഴിക്കുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ, ചോറ് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അസുഖങ്ങൾ പ്രമേഹവും ഫാറ്റി ലിവറും ഉണ്ടാകും. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണത്? ഒരു ജനിതക രോഗമാണ്. എന്താ ഹീമോഫീലിയ? ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ്. ജനറ്റിക്കലി നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ, അതിനകത്ത് DNA ഉണ്ട്, ക്രോമസോമുകളുണ്ട്, അവിടെ ജീനുണ്ട്. ആ ജീനുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണെന്ത്? അത് തലമുറകളെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരുന്നതാണെന്ത്? ഈ ജനിതക രോഗങ്ങൾ. ഒരു തലമുറയിൽ വന്ന ആൾക്കാർക്ക് അടുത്ത തലമുറയിലേക്ക് ആ രോഗങ്ങൾ ജീൻ വഴി അത് വ്യാപിച്ചു വരും. അങ്ങനെ ജനിതക രോഗമാണെന്ത്? ഈ ഹീമോഫീലിയ പോലുള്ള രോഗങ്ങൾ. പണ്ട് എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് അവിടെ രാജീയ കുടുംബങ്ങളിൽ അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിലായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയാണ് അതായത് ഈ ജനിതക രോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് എപ്പോഴും ഡോമിനന്റ് ജീനുകളുണ്ട്, അതുപോലെ റിസസീവ് ജീനുകളുമുണ്ട്. ഡോമിനന്റ് ജീനുകളും റിസസീവ് ജീനുണ്ട്. ഡോമിനന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകടമാക്കുന്ന ജീനുകളും, റിസസീവ് എന്ന് പറഞ്ഞാല് പ്രകടമാകാതെ മറഞ്ഞിരിക്കുന്ന ജീനുകളുമുണ്ട്. അപ്പൊ 2 ജീനുകൾ എപ്പോഴും വരുമ്പോൾ ജീനുകൾ പെയറുകളായിട്ടാണ് കാണപ്പെടുക. ടോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി നമുക്ക് എഴുതാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ആണ്. എന്നാൽ സ്മോൾ ടി വരുമ്പോൾ എന്താണത്? അത് നീളം കുറഞ്ഞത് ഡ്വാർഫാണ്, ചെറുതാണ്. ഇത് ഒരു ജീൻ എപ്പോഴും പ്രകടമാക്കുന്നത് നീളം കൂടുതലാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ നീളം കൂടുതൽ കാണിക്കും. പക്ഷെ അത് ഈ എന്താ പറയാ, അടുത്തടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രാജീയ കുടുംബങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള സംഭവത്തിൽ വേഗം ഈ പ്രകടമാകാത്ത ചെറിയ ജീൻ അതൊരു തലമുറയിൽ എപ്പോഴെങ്കിലും ഇതേപോലെ കയറി വരും. നീളം കുറഞ്ഞ അസുഖമുള്ള ജീൻ പോലെ, നീളത്തിന്റെ ഉദാഹരണം പറഞ്ഞാണ്, അസുഖമുള്ള ജീൻ പോലെ പ്രകടമാക്കും. അങ്ങനെ ആണ് സംഭവിക്കുക. അപ്പോ ജീൻ എപ്പോഴും ഡോമിനന്റും റിസസീവും ഉണ്ട്. അപ്പൊ ഈ റിസസീവ് ജീൻ പ്രകടമാക്കുമ്പോഴാണ് ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ പ്രകടമാകുക. അപ്പോ രാജീയ കുടുംബങ്ങളിൽ എപ്പോഴും ആയിരുന്നു എന്ത് കണ്ടുപിടിച്ചത്? ഹീമോഫീലിയ എന്നുള്ള അസുഖം കണ്ടുപിടിച്ചത് എലിസബത്ത് രാജ്ഞിയുടെ കാലത്തായിരുന്നു. അപ്പൊ അത് ഹീമോഫീലിയ എന്ന് പറയുമ്പോൾ എന്താ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണെന്ത്? ഹീമോഫീലിയ. ബ്ലഡ് ക്ലോട്ട് ചെയ്യില്ല, അതാണ് ഹീമോഫീലിയ. ഹീം ബ്ലഡ് അല്ലേ? ഹീമോഫീലിയ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണെന്ത്? ഹീമോഫീലിയ. അത് ജനിതക രോഗമാണ്. അപ്പോൾ ആ സമയത്ത് ചെറിയ പ്രായമാകുമ്പോഴെന്താണ് ലേഡീസ് ഇതാവാറുണ്ട് അല്ലെ? അല്ലാതെ ജെൻസ് ആണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ കുറെ കാലം കൂടി ജീവിച്ചിരിക്കും ഹീമോഫീലിയ വന്നാൽ. ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ വരുന്നുണ്ടോ എന്ന് കേൾക്കുന്നു. ഹീമോഫീലിക് പേഴ്സൺ, ഹീമോഫീലിയ. അപ്പോൾ അതാണ് ഹീമോഫീലിയ. ഹീം ബ്ലഡ് ആണെന്ന് എഴുതുക. ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ല, ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണെന്ത്? ഹീമോഫീലിയ. നമ്മുടെ ഒരു മുറിവുണ്ടായാൽ ബ്ലഡ് കട്ട പിടിക്കണം അല്ലെ? അതിന് ജീൻസും അത്യാവശ്യമുണ്ട്, വൈറ്റമിൻ കെയും അത്യാവശ്യമുണ്ട്. അങ്ങനെ ജീൻസ് കൂടെ വേണം. അതിനെ ബാധിക്കുന്ന ജീൻസ് അപ്പോൾ അത് ഇല്ലാണ്ട് വരുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. ജനിതക രോഗമാണ്, ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. അടുത്ത ക്വസ്റ്റ്യൻ, കോൺവെക്സ് തർപ്പണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്?
ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ കാണപ്പെടുന്നു. റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു എന്നിവ. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തു അനുഭവപ്പെടുന്ന പ്രവർത്തനബലവും ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ഇതെല്ലാം ശരിയാണ്. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആലസ്യം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്, എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി 3ാം പീരീഡ് 1ാം ഗ്രൂപ്പ്. 3ാം പീരീഡ് 1ാം ഗ്രൂപ്പ്. 3 ഷെല്ലുകളുണ്ട്. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. 3 ഷെല്ല്, ഒരു ഇലക്ട്രോൺ. 3ാം പീരീഡ് 1ാം ഗ്രൂപ്പ്. അടുത്തത്, വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉമാണ് ശരിയായത്. വാതക തന്മാത്രകളുടെ ഊർജം വളരെ കൂടുതൽ ആയിരിക്കും. വാതക തന്മാത്രകളുടെ കൂട്ടുമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജനഷ്ടം സംഭവിക്കുന്നില്ല. 2023 രസായന നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. 2023 രസായന നോബൽ പ്രൈസ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. 2023 രസതന്ത്രം ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവും. 41ാമത്തത്, 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി 14. 42 ABCD എന്നീ വരകൾ സമാന്തരങ്ങളാണെങ്കിൽ x⁻0 എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 80. പൈതഗോറൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1, 2, 5 എന്നുള്ളതാണ്. നെക്സ്റ്റ് പിക്ചറും ABCD ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 2√2 സെന്റിമീറ്റർ. 45. ആൻസർ ഓപ്ഷൻ ബി 1/1000 ആണ്. 46. there is no answer. √16 റൂട്ട് ചെയ്യണം. 4 അല്ലേ? ചെയ്ത് നോക്കുക. 4 + 21 അങ്ങനെ ചെയ്ത് നോക്കുക. 47. ആൻസർ 999 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു. ആൻസർ ഓപ്ഷൻ ബി 48. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2⁻999 എന്നുള്ളതാണ്. 49ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 50ന്റെ ആൻസർ ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 7 വർഷത്തിൽ താഴെയാണ്. സ്വമേധയാ ഉള്ള ലഹരി എന്നാൽ എന്താണ്? സ്വമേധയാ ഉള്ള ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴിവുകഴിവില്ല. IPC 97 വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഈ പറയുന്ന കുറ്റങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി മോഷണവും കവർച്ചയും. ഇതിപ്പോ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ലേഡീസ് ഒക്കെ ഉണ്ടായിരുന്നു, മെൻസിനും ഉണ്ട്, 2 പേർക്കും ഉണ്ട് എക്സാം. അപ്പൊ ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 20 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആ സമയത്ത് നോക്കിയിട്ടൊന്നും ഈ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ബാക്കി GK എല്ലാവരും ഒക്കെ ചെയ്യും അല്ലെ. അപ്പൊ ഇതും പഠിച്ചില്ലെങ്കിൽ കിട്ടാൻ കഷ്ടപ്പെടരുത്. അടുത്തത്, 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതരായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഇതെന്താണുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ പ്രവൃത്തി
നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. 55. ഏതു കേസുകളിലാണ് വാറണ്ടുള്ള ഒരാൾ ശിക്ഷിക്കാൻ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുക? ആൻസർ ഓപ്ഷൻ ഡി, 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത്, ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവുമായുള്ള കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറണ്ട് കേസ്. ആൻസർ ഓപ്ഷൻ ബി 2. 1973 ക്രിമിനൽ നടപടിച്ചട്ടത്തിന്റെ 164 വകുപ്പ് പ്രകാരം ഇതൊക്കെ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിന്റെ ഡിക്ലറേഷൻ എന്താണ് ഉൾപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. ഓക്കെ.